കൊലപാതകം, തീവ്രവാദം, രാജ്യദ്രോഹം തുടങ്ങിയ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തികൾക്ക് നൽകുന്ന പരമാവധി ശിക്ഷയുടെ ഒരു രൂപമാണ് വധശിക്ഷ. ലോകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷാരീതിയായാണ് വധശിക്ഷയെ കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ പ്രത്യേക കുറ്റകൃത്യങ്ങൾക്ക് ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPC പ്രകാരമാണ് വധശിക്ഷ നൽകിക്കൊണ്ടിരുന്നത്. കൊലപാതകം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും വധശിക്ഷയോ ജീവപര്യന്ത തടവോ ലഭിക്കുമെന്ന് IPC സെക്ഷൻ 302 പറയുന്നു. IPC സെക്ഷൻ 300 പ്രകാരം മരണകാരണമാക്കുക എന്ന ഉദ്ദേശത്തോടെയോ മരണത്തിന് കാരണമാകുമെന്ന അറിവോടെയോ നടത്തുന്ന മനഃപൂർവമായ നരഹത്യ കൊലപാതകമായി കണക്കാക്കുമെന്ന് പറയുന്നു. എന്നാൽ എല്ലാ കൊലപാതകങ്ങളും വധശിക്ഷയ്ക്ക് അർഹമല്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ കൊലപാതകം നടത്തുമ്പോൾ മാത്രമേ അത് വധശിക്ഷയ്ക്ക് ബാധകമാകുന്നുള്ളൂ. ആവർത്തിച്ചുള്ള ബലാത്സംഗ കുറ്റവാളികൾക്കുള്ള ശിക്ഷ കൈകാര്യം ചെയ്യുന്ന IPC 376 ഈ വകുപ്പ് പ്രകാരവും ഒരാൾക്ക് വധശിക്ഷ നൽകാവുന്നതാണ്. ഈ വകുപ്പ് പ്രകാരം ഒരാൾ ഒന്നിൽ കൂടുതലോ അതിലധികമോ തവണ ബലാത്സംഗത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ അയാൾക്ക് വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാം. കൊലപാതകത്തിനും ബലാത്സംഗത്തിനും പുറമെ IPCയുടെ 121 വകുപ്പ് പ്രകാരം ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്തതിന് കുറ്റക്കാരനാണെന്ന് ഒരാളെ കണ്ടെത്തിയാൽ അയാൾക്ക് വധശിക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ IPC സെക്ഷൻ 122 പ്രകാരം ഇന്ത്യ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചാലും ഒരാൾക്ക് വധശിക്ഷ നൽകാവുന്നതാണ്. മറ്റെല്ലാ ശിക്ഷാ നടപടിയും പോലെ ന്യായമായ വിചാരണക്കും നടപടിക്രമങ്ങൾക്കും ശേഷം മാത്രമേ വധശിക്ഷ തീരുമാനിക്കാനോ അത് നടപ്പിലാക്കാനോ പാടുള്ളൂ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന പ്രതിക്ക് നിയമപരമായ പ്രാതിനിധ്യത്തിനും വിധിക്കെതിരെ അപ്പീൽ ചെയ്യാനുമുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കപ്പെടുന്ന കേസുകൾക്കാണ് ഇന്ത്യയിൽ വധശിക്ഷ വിധിക്കുന്നത്. സമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കേസുകളിൽ മാത്രമേ വധശിക്ഷ നൽകാവൂ എന്ന് സുപ്രീം കോടതി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സിദ്ധാന്തം ആദ്യമായി ഇന്ത്യൻ സുപ്രീം കോടതി അവതരിപ്പിച്ചത് 1980 ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന സുപ്രധാന കേസിലാണ്. ബച്ചൻ സിംഗിലും തുടർന്നുള്ള കേസുകളിലും പ്രതിപാദിച്ചിരിക്കുന്ന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 മാനദണ്ഡങ്ങളാണ് ഒരു കേസ് അപൂർവങ്ങളിൽ അപൂർവമായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നത്. 1. കുറ്റകൃത്യം അസാധാരണമാവിധം ക്രൂരമോ ഹീനമായതോ ആയിട്ടുള്ള സ്വഭാവമുള്ളതായിരിക്കുക. കുറ്റകൃത്യത്തിന്റെ ക്രൂരത, മുൻകരുതൽ, കുറ്റകൃത്യം ചെയ്ത രീതി തുടങ്ങിയ ഘടകങ്ങൾ കൂടി ഇതിൽ പരിഗണിക്കപ്പെടുന്നു. രണ്ടാമതായിക്കൊണ്ട് കുറ്റകൃത്യത്തിന് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന സ്വാധീനമുണ്ടായിരിക്കുക. പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമായ ഭയമോ ഭീതിയോ രോഷമോ ഉണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു. മൂന്നാമതായി കുട്ടികളോ പ്രായമായവരോ പോലെ ദുർബലരായ ഇരകളുടെ മേൽ നടത്തപ്പെടുന്ന കുറ്റകൃത്യം, വിശ്വാസവഞ്ചന അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ പോലുള്ള ഘടകങ്ങളുടെ സാന്നിധ്യം വധശിക്ഷ നടപ്പിലാക്കുന്നതിന് അനുകൂലമായി വരുന്നു. നാലാമതായി കുറ്റവാളിയുടെ പശ്ചാത്തലം, പ്രായം, മാനസികാവസ്ഥ, മാനസാന്തരത്തിനുള്ള സാധ്യത എന്നിവ പോലുള്ള ഘടകങ്ങളുടെ അഭാവം വധശിക്ഷ വിധിക്കുന്നതിനുള്ള കാരണമായി തീരുന്നു. അഞ്ചാമതായും അവസാനമായും കുറ്റകൃത്യത്തിന്റെ തീവ്രതയും സമൂഹത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനവും കണക്കിലെടുത്ത് മരണമല്ലാതെ മറ്റെന്തെങ്കിലും ശിക്ഷ മതിയാവില്ല എന്ന് ജുഡീഷ്യറി പരിഗണിക്കുന്ന ഘട്ടത്തിലും വധശിക്ഷയിലേക്ക് നയിക്കപ്പെടാം. ഇനി 1973 ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ CRPCക്ക് പകരമായി ഓഗസ്റ്റ് 11 ലോക്സഭയിൽ അവതരിപ്പിക്കുകയും 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്ത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം വധശിക്ഷ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പരിശോധിക്കാം. BNSS 2023 പ്രകാരം കൊലപാതകം, ആവർത്തിച്ചുള്ള ബലാത്സംഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. വധശിക്ഷയുടെ കാരണങ്ങൾ എന്ത് തന്നെയായാലും ആളുകളെ കൊന്നുകളയുക എന്നുള്ളത് ഒരു ജനാധിപത്യ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച ഒരു ശിക്ഷാ നടപടിയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വധശിക്ഷ നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ കരട് പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 2023 ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 144 രാജ്യങ്ങൾ വധശിക്ഷ നിയമത്തിൽ നിന്നും പ്രയോഗത്തിൽ നിന്നും നിർത്തലാക്കിയപ്പോൾ 55 രാജ്യങ്ങൾ ഇപ്പോഴും വധശിക്ഷ നിലനിർത്തുന്നു. ജനസംഖ്യാപരമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്നും വധശിക്ഷ നിലനിർത്തുന്ന രാജ്യങ്ങൾ എന്ന് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന വാദവും ഇതിൽ പ്രസക്തമാണ്. ഒരാളുടെ ജീവിക്കാനുള്ള അവകാശവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉൾപ്പെടുന്ന ഒരു വിവാദ വിഷയമാണ് ഇന്ത്യൻ നിയമത്തിലെ വധശിക്ഷ എന്ന് പറയുന്നത്. വധശിക്ഷയെ അനുകൂലിക്കുന്നവർ
സാധാരണയായി പരാമർശിക്കുന്നത് പോലെ അവ കുറ്റകൃത്യങ്ങളെ ഫലപ്രദമായി തടയുന്നില്ല എന്ന വാദവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്.